പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഭാഗമായ ബയോഫ്ലോക്ക് പദ്ധതി സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ അനാസ്ഥ മൂലം കേരളത്തിൽ തകിടം മറിഞ്ഞിരിക്കുകയാണ്. വിപണി ഉറപ്പുവരുത്താത്തതും ഉൽപ്പന്നങ്ങളുടെ അമിത വിലയും ഫിഷറീസ് വകുപ്പ് പിന്തുണ നൽകാത്തതുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. ലക്ഷങ്ങൾ ചെലവാക്കിയ മത്സ്യ കർഷകർ ഇന്ന് കടക്കെണിയിലാണ്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഒരാശ്രയത്തിന് വേണ്ടി അല്ലെങ്കിൽ മുന്നോട്ടുള്ളൊരു പോക്കിന് വേണ്ടിയിട്ടാണ് ഓരോ കർഷകരും ഈ രീതിയിൽ തങ്ങളുടെ കാർഷിക വൃത്തി തുടങ്ങുന്നത് പോലും. ഇവിടെ മത്സ്യകൃഷിയാണ് ചെയ്തിരിക്കുന്നത് കോട്ടയത്തെ. പക്ഷേ അവരെയും കൈവിട്ടിരിക്കുന്നു സംസ്ഥാനത്തെ ഈ ഫിഷറീസ് വകുപ്പ് എന്ന് തന്നെ എടുത്തു പറയണം. കാരണം പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഭാഗമായ ബയോഫ്ലോക്ക് പദ്ധതിയാണ് ഈ രീതിയിൽ അനാസ്ഥ തുടരുന്നത്. സംസ്ഥാന ഫിഷറി വകുപ്പ് എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്യുന്നത്? രജനി, നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ട ഈ വാർത്തയിൽ പറയുന്നത് കോട്ടയത്തെ ചിങ്ങവനം സ്വദേശിയായിട്ടുള്ള സജേഷിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈക്കത്തിനടുത്തുള്ള ബ്രഹ്മമംഗലത്തെ റെജി എന്ന് പറയുന്ന കർഷകൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ ബയോഫ്ലോക്ക് കൃഷി ചെയ്തിട്ട് ഇതുപോലെ തന്നെ വലിയ കടക്കണിയിൽ എത്തി നിൽക്കുന്ന തകർന്നു നിൽക്കുന്ന ഒരു കർഷകൻ. ഇതാണ് ബയോഫ്ലോക്ക് കൃഷി മത്സ്യകൃഷി എന്ന് പറയുന്നത്. ഏതാണ്ട് 4 ഡയാമീറ്റർ വരുന്ന മത്സ്യകൃഷിയാണിത്. ഇത്തരത്തിൽ 7 പ്ലാന്റുകളാണ് ഇത്തരത്തിൽ ഈ ബയോഫ്ലോക്ക് പദ്ധതി പ്രകാരം കൃഷി ചെയ്യേണ്ടത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതാണ്. ഏതാണ്ട് 1 ലക്ഷം രൂപയിലധികം രൂപയാണ് ഇത്തരം ഒരു ടാങ്ക് നിർമ്മിച്ചെടുക്കാൻ ആവശ്യമായി വരുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പദ്ധതി പ്രകാരം 40% തുക അത് കേന്ദ്ര സർക്കാർ സബ്സിഡിയായി നൽകുമെന്നുള്ളതാണ് പദ്ധതിയുടെ ഒരു വിശദാംശം. പക്ഷേ ഇതിന് ആവശ്യമായിട്ടുള്ള പരിചരണവും അതുപോലെ തന്നെ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ സബ്സിഡി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ കർഷകരാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു പ്രത്യേക തരത്തിലുള്ള മത്സ്യകൃഷിയാണ്. അതിന് വേണ്ട രീതിയിലുള്ള പരിശീലനം, ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം ഇതിൻ്റെ പരിപാലനത്തിലും വിപണനത്തിലെല്ലാം വേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പല സർക്കാർ പദ്ധതികളും ഇത്തരത്തിൽ പരാജയപ്പെട്ടു പോകുന്നതിന് കാരണം. കഴിഞ്ഞ ദിവസം ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ പറഞ്ഞതും ഇത് തന്നെയാണ്. ആദ്യം പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കും, പിന്നീട് ഈ ക്രെഡിറ്റ് എടുക്കാനും ഈ കണക്കുകൾ നൽകാനുമുള്ള രാഷ്ട്രീയം അത് പിന്നീടാകാമെന്നാണ് കഴിഞ്ഞ തവണ കോട്ടയത്ത് നടത്തിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. അതിന് സമാനമായിട്ടുള്ള സംഭവവികാസങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ ഉടമ റെജിയോട് നമ്മൾക്ക് എത്താം. ഒരുപക്ഷെ മഴയാണുകൊണ്ട് ഇത് നമുക്ക് ഉള്ളിലേക്ക് കയറി നിൽക്കാമെന്ന് തോന്നുന്നു. ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോൾ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ നേരിടുന്നത്? ഇത് മുൻപേ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് പിന്തുടർന്ന് നടപടിക്രമങ്ങളൊന്നും വരുന്നില്ല. കർഷകർ ഏത് ടെക്നോളജി ഉപയോഗിച്ചും കൃഷി ചെയ്യാനെന്നത് കേരളത്തിലെ മത്സ്യകർഷകർ പ്രാപ്തരാണ്. പക്ഷേ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തിന് ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി വില ലഭിക്കുന്നില്ല. അതിന് ഫിഷറീസ് വകുപ്പ് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് പറയാം. വിപണനം കർഷകൻ്റെ മാത്രം ബാധ്യതയിൽ നിൽക്കുകയാണ്. ഇതിന് 1 കിലോ മീൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഏകദേശം 160 രൂപയോളം ബയോഫ്ലോക്ക് കർഷകന് വരുന്നുണ്ട്. പക്ഷേ അത് വിപണനത്തിന് കൊണ്ടുചെല്ലുമ്പോഴത്തേക്കും മൊത്തവില എടുക്കുമ്പോഴത്തേക്കും 90 രൂപ തൊട്ട് 70 രൂപ 120 രൂപ വരെ കിട്ടുന്നു. ഒറ്റയ്ക്ക് വിൽക്കാമെന്ന് വെച്ചാൽ ഒരു ടാങ്കിൽ 1 ടൺ മത്സ്യമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അത് വിറ്റഴിക്കാൻ നമ്മുടെ നാട്ടിൻപുറങ്ങളിലോ പ്രത്യേകിച്ച് തീരമേഖലകളിലൊക്കെ ആയതുകൊണ്ട് അതിനുള്ള സാധ്യതകളില്ല. അപ്പോൾ വില കുറച്ച് കർഷകന് കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് കർഷകന് നിലനിൽക്കാൻ പറ്റുന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. വിപണനം വലിയ പ്രശ്നമായതുകൊണ്ട് അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യണം. അതിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുക. ആ വിപണനത്തിന് ഇതിനു വേണ്ടി തന്നെ ഓരോ മത്സ്യഭവനും കേന്ദ്രീകരിച്ചെങ്കിലും വിപണനശാലകളുണ്ടാകുക. ഞങ്ങളുടെയൊക്കെ സ്വപ്നം മിൽമ പോലെ മത്സ്യം ഡെയിലി കൊണ്ടുവന്ന് കൊടുക്കാവുന്ന ഒരു സംവിധാനം ആണ്. അതിന് വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ FPO, ഫിഷ് ഫാർമേഴ്സ് പ്രൊഡ്യൂസിങ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സംവിധാനം വരാനുണ്ട്. അത് വന്നാൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ മത്സ്യമേഖലയിൽ നല്ല നേട്ടം കൊയ്യാനാകും എന്നാണ് എന്നെപ്പോലുള്ള കർഷകരും കർഷക സംഘടനാ പ്രതിനിധിയും കൂടിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നിരവധി കർഷകരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്, അവരുടെ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഇപ്പോൾ നിരവധി കർഷകരെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനുമായി എങ്ങനെ ഈ മത്സ്യകൃഷി നടത്തണം, പ്രത്യേകിച്ച് ഈ ബയോഫ്ലോക്ക് സംവിധാനത്തിലൂടെ എങ്ങനെ മത്സ്യകൃഷി നടത്തണം എന്നുള്ളത് സംബന്ധിച്ച് ഒരു ബുക്ക്ലെറ്റാണ്
നൽകിയത്. അതിനപ്പുറത്തേക്ക് ഇതെങ്ങനെ പരിപാലിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് തങ്ങൾ നൽകിയ ഈ മത്സ്യക്കുഞ്ഞുങ്ങളുടെ അവസ്ഥ, വളർച്ച എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും രോഗബാധകളുണ്ടോ, അതിനെങ്ങനെ അത്തരത്തിലുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും ഇത്തരത്തിൽ ഫിഷറീസ് വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതായത് ഈ സബ്സിഡി നൽകി കൈ കഴുകുന്ന ഒരു അവസ്ഥയാണോ ഉണ്ടായത്? അങ്ങനെയാണ് കണ്ടുവരുന്നത്. കാരണം കർഷകന് ഇതിനൊരു തുടർച്ച വേണം. മീൻ കുഞ്ഞുങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ പ്രോജക്റ്റ് അവർ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ അസസ് ചെയ്യണം. അതുണ്ടാവുന്നില്ല. മത്സ്യങ്ങൾക്ക് രോഗം വരാം, വളർച്ച മുരടിപ്പുണ്ടാവാം, ഈ പറഞ്ഞ പോലെ വിപണനത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും വിലയില്ല. ഇതിനൊക്കെ വേണ്ടത് ഒരു കൃത്യമായ സംവിധാനമാണ്. അത് വേണ്ടത്ര പഠനങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യാതെ കോവിഡ് കാലത്ത് കുറേ അധികം ആളുകൾ ഇതിലേക്ക് വരികയും ഇതൊരു മത്സ്യകൃഷി വ്യാപകമാകുകയും ചെയ്തു. വ്യാപകമായപ്പോഴത്തേക്കും ഇതിന് പിന്തുടർന്ന് ഇതിനെ കർഷകരെ സഹായിക്കാനായിട്ട് ഫിഷറീസ് വകുപ്പിന് വേണ്ടത്ര സ്റ്റാഫില്ല. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. ട്രെയിൻഡ് സ്റ്റാഫില്ല. കർഷകർക്ക് നിരന്തരം ട്രെയിനിങ് വേണം ഇതിനകത്ത്. കാരണം ഇതൊരു ശാസ്ത്രീയ മത്സ്യകൃഷിയാണ്. ഒരു ദിവസം ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലെ വ്യതിയാനം പോലും ഇതിൻ്റെ വളർച്ചയെ ബാധിക്കും. അപ്പോൾ അത് മുഴുവൻ ചെയ്യാനായിട്ട് കർഷകനെ പ്രാപ്തരാക്കണം. പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. അതിനിപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ല. ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ ഡ്രിവണായിട്ട്, അതായത് ഒരു കർഷകൻ ചെയ്യാൻ തുടങ്ങിയാൽ അവൻ കുഞ്ഞുങ്ങൾ കൊടുത്ത് അവസാനം അത് മാർക്കറ്റിലേക്ക് പോകുന്ന സമയം വരെ അവൻ്റെ ഒപ്പം നിൽക്കാനൊരു സംവിധാനം വേണം. അതിവിടെ ഇല്ല. ഇപ്പോൾ എന്നാൽ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഈയിടെ മൊബൈൽ ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ആ ഒരു ശ്രമം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ കീഴിലും മത്സ്യഭവനുകളുടെ കീഴിലും ഉണ്ടായാൽ മാത്രമേ ഇത് മുന്നോട്ട് പോയാൽ വളരെ നേട്ടമുണ്ട്. അഭ്യസ്തവിദ്യരായ തൊഴിലെഴുതരായ ചെറുപ്പക്കാർക്ക് മുഴുവൻ വരാവുന്ന മേഖലയാണ്. കാരണം ഇതൊരു എന്നാ കൃഷി ഏതും ഒരു ഡിവൈൻ പ്രോസസ്സാണ്. അത് ജീവനുള്ളതിനെ ജലത്തിലിട്ട് വളർത്തി വലുതാക്കിക്കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും വില കിട്ടാതെ വരുമ്പോൾ കർഷകൻ മനസ്സ് മടിച്ചു. അവരിത് കൃഷി നിർത്തി. എത്രയോ ആളുകൾ കൃഷി നിർത്തിപ്പോയിട്ടുണ്ട്. ഇപ്പം പഴയ ടാങ്കുകൾ, പഴയ എക്യുപ്മെൻറ്റ്സൊക്കെ കിട്ടാനുണ്ടെന്നും പറഞ്ഞു ധാരാളം പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അത് തന്നെ കർഷകരുടെ പരാജയത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഇതിന് നല്ല പഠനം വേണം, ഒരു ഫോളോ അപ്പ് വേണം, സമയബന്ധിതമായ ഉൽപ്പാദനത്തിന് കൂടുതൽ നിൽക്കാവുന്ന സംവിധാനം വേണം. പ്രധാനമായും ഇതിൻ്റെ ഒരു വിപണനമാണല്ലോ ഇതിലേറ്റവും. ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തി വിപണിയിലേക്ക് എത്തുമ്പോഴാണല്ലോ ലാഭം കിട്ടുന്നത്, ഈ പ്രോസസ്സ് പൂർണ്ണമാകുന്നത്. ഈ വിപണിയിൽ എത്തുമ്പോഴാണ് ഇതിൻ്റെ കർഷകരുടെ കയ്യിൽ നിന്ന് ഇത് പോകുന്നത്. കാരണം വിപണി കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താൻ ഒരു കർഷകന് സാധിക്കുന്നില്ല. എന്താണ് ആ വിപണിയിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? വിപണിയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കാര്യമാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സ്യം വരുന്നുണ്ട്. അവർ വനാമി വളർത്തുന്ന പോണ്ടുകളുടെ സൈഡിലുള്ള റിസർവ് ചെയ്തിരിക്കുന്ന ജലത്തിൽ തിലാപ്പിയ വളർത്തുന്നുണ്ട്, കാർപ്പ് വളർത്തുന്നുണ്ട്. അതൊക്കെ അവിടുന്ന് വളരെ വില കുറച്ച് കിട്ടും. നമ്മുടെ അതിർത്തികൾ വഴി ഇത് സാധനം ഇവിടെ വരികയാണ്. ഇപ്പോൾ റെയിൽവേയിലൊക്കെ കഴിഞ്ഞ ദിവസം പിടിച്ചതായിട്ടൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഈ മത്സ്യം അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് 70 രൂപയ്ക്കും 80 രൂപയ്ക്കും കൊടുക്കുന്നു. ഇവിടെ 180 രൂപ 160 രൂപ ഉൽപ്പാദനം ചിലവാകുന്ന സാധനം നമ്മൾ കൊണ്ടുപോയിട്ട് 200 രൂപയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞാൽ ആരും വാങ്ങത്തില്ല. അപ്പോൾ അതൊരു പ്രിവെൻഷൻ വേണം. അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട പടുതാക്കുളങ്ങളിൽ ഹോട്ടൽ വേസ്റ്റ്, അറവ് മാലിന്യമൊക്കെ ഇട്ട് വളർത്തുന്നുണ്ട്. അവർക്ക് ഈ അറവ് മാലിന്യം എടുത്തുകൊണ്ട് പോരുന്നതിന് പൈസ കിട്ടുന്നുണ്ട്. ഹോട്ടൽ മാലിന്യം എടുത്തുകൊണ്ട് പോരുന്നതിന് അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. അത് കൂടാണ്ട് ഇത് കൊണ്ടുവന്ന് ഒരു പ്രോസസ്സും ഇല്ലാണ്ട് വെറുതെ ജലാശയത്തിലേക്ക് തട്ടി മീൻ അത് കഴിച്ച് വലുതാകുന്നു. ആ മീനിൻ്റെ ടേസ്റ്റും ഈ മീനിൻ്റെ ടേസ്റ്റും രണ്ടാണ്. ഞങ്ങൾ പരിശോധിച്ച് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഇതിനോടൊക്കെയാണ് കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമുക്ക് മത്സ്യം കിട്ടുന്ന സമയത്ത് ധാരാളം മത്സ്യം കിട്ടുന്നുണ്ട്. കടലിൽ നിന്നും കായലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിനോടും കൂടി നമ്മളിത് മത്സരിക്കണം. അപ്പം ഇതിനൊരു നല്ലൊരു വിപണനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആളുകളെ ബോധവൽക്കരിക്കണം. അതിന് ഞങ്ങൾ പറയുന്നൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, പ്രാഥമിക സഹകരണ സംഘങ്ങളൊക്കെ വഴി ബോധവൽക്കരണം നടത്തി ഇതൊരു പ്രോജക്റ്റായിട്ട് എടുത്തിട്ട് വിപണനത്തിനും കൂടിയുള്ള തദ്ദേശീയമായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. അത് റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക്, അല്ലെങ്കിൽ അച്ചാറുകൾ, അല്ലെങ്കിൽ മൂല്യവർദ്ധിതമായ മറ്റ് നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അതിനൊരു പ്രോജക്റ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് തന്നെ ഈ സാധനം വിപണിയിലെത്തുമ്പോൾ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ അനന്തമായ സാധ്യതയുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ അതിങ്ങനെ ഇത്തരത്തിൽ സബ്സിഡി നൽകി ഈ പദ്ധതി പേരിന് നടപ്പാക്കുക എന്നതിനുപരിയായിട്ടൊരു കൃത്യമായിട്ടുള്ളൊരു പിന്തുണ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായും അതാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ കാർഷിക രംഗത്ത് പൊതുവെ പുതുതലമുറ വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ പണിയെടുക്കുന്നില്ലല്ലോ, അവരുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിന് മാറ്റം വന്നേ പറ്റത്തുള്ളൂ. മാറ്റം വന്നാൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ സാധ്യതകളുള്ളതാണ്.
രജനി, ഇപ്പോൾ നമ്മൾ ഈ ഇദ്ദേഹത്തെ പോലെ മറ്റു പല കർഷകരെയും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവരെയും ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിരുന്നു. പക്ഷേ അവർക്ക് പറയാനുള്ളത് അവരിത് ഉപേക്ഷിച്ചു. ഇനി ഇതിന് പിന്നാലെ നടക്കാൻ വയ്യ. ഒരുപക്ഷെ അവർ മറ്റു പല ദൈനംദിന ജോലികളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഓരോരുത്തരും വലിയ കടക്കണിയിലായി ഇത്തരത്തിലൊരു മത്സ്യകൃഷി സംബന്ധിച്ച്. സംഭവം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന് പറയുന്നത് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതിയാണ്. അത് ഫിഷറീസ് വകുപ്പ് ഇത്തരത്തിൽ 40% സബ്സിഡിയോടെ നൽകുന്നു എന്ന് പറയുന്നത് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതിയാണ്. പക്ഷേ ഇതിങ്ങനെ താളം തെറ്റുമ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള കർഷകർ, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കോവിഡ് കാലത്ത് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ തുടങ്ങി വെച്ച സാധാരണക്കാരായിട്ടുള്ള തുടക്കക്കാരായിട്ടുള്ള കർഷകർ പലരും 8 ലക്ഷം രൂപയൊക്കെ കടക്കണിയിലായി എന്നാണ് നമ്മോട് ഫോണിലെല്ലാം പങ്കുവച്ചിരിക്കുന്നത്. നേരെയാണ്. കാരണം ധാരാളം ആളുകൾക്ക് ഇതിന് സബ്സിഡി കിട്ടും എന്നുള്ളത് കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗ്യാരണ്ടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ബാങ്കിൽ ലോൺ കൊടുക്കുമായിരുന്നു. ആർക്കും തിരിച്ചടയ്ക്കാൻ പറ്റില്ല. എനിക്കും എൻ്റെ ഇത് ജപ്തി ചെയ്ത് ലേലത്തിൽ വെച്ചിരിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ അവർ വിധിനിടത്തിന് പോയിരിക്കുന്നത് മറ്റു വസ്തു ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം കർഷകർക്കുള്ളത്. പിന്നെ വളരെ അപൂർവ ആളുകൾ, ഇപ്പോൾ ഞാൻ പറയാം മലയോര മേഖലയിലൊക്കെ ആണെങ്കിൽ ഇതിനെപ്പോഴും വിപണിയുണ്ട്. അത് ആ സാധ്യതയുണ്ട്. പിന്നെ അത് ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് വ്യത്യസ്തതരം മത്സ്യങ്ങൾ വളർത്തണം. ഇപ്പോൾ നമ്മളൊരു പുതിയ പ്രോജക്റ്റ് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, വനാമി, ആർട്ടിഫിഷ്യൽ സീ വാട്ടർ, കൃത്രിമ കടൽജലത്തിൽ വനാമി ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ പുതിയ സ്പീഷീസിനെയും കണ്ടെത്തി ഒരിടത്ത് തന്നെ വ്യത്യസ്തതരം മത്സ്യങ്ങൾ കിട്ടാനുള്ള സംവിധാനവും കൂടി ചെയ്യും. അതിന് വേണ്ടത് സർക്കാരിൻ്റെ കൃത്യമായ മോണിറ്റൈസേഷൻ ഉണ്ടാവണം. അതിനൊരു ഏജൻസി ഉണ്ടാകണം. ഇപ്പോൾ ഇവിടെ മത്സ്യഫെഡുണ്ട്, ഫിഷറീസ് വകുപ്പുണ്ട്. പക്ഷേ ഇവർക്കൊന്നും അതിനുള്ള ഒരു എന്താ പറയുന്നത് പഠനങ്ങൾ നടന്നിട്ടില്ല. ശരിക്കും അതാണ് അതിന് പറയാവുന്ന ഏറ്റവും നല്ലത്. ഇതെന്ത് ചെയ്യണം, ഇത്രയും പ്രൊഡക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന 30,000 ടൺ മത്സ്യമായിരുന്നു കഴിഞ്ഞ പ്രോജക്റ്റിൽ ഉദ്ദേശിച്ചിരുന്നത്, പ്രൊഡക്ഷൻ ഉദ്ദേശിച്ചിരുന്നത്. 12,000 എത്തിയപ്പോൾ തന്നെ വില ഇതായി. അപ്പോൾ ഈ 30,000 വന്നു കഴിഞ്ഞാലോ ആത്മഹത്യ ഉണ്ടായിരുന്നു. മത്സ്യകർഷകൻ ആത്മഹത്യ ചെയ്ത് വലിയ താമസിയില്ലാണ്ട് കേൾക്കേണ്ടി വരും. ഇവൻ ഞാനും അത്ര ഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റ് പണികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞാനത് നിലനിന്ന് പോകുന്നതായിട്ടാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് യാഥാർത്ഥ്യത്തിന് ആരും കണ്ടെടുത്തിട്ട് കാര്യമില്ല. ഈ പരിപാലന ചെലവ് ആണല്ലോ ഏറ്റവും ഇതിനെ തുലനാവസ്ഥ ഇല്ലാതെയാക്കുന്നത്. പ്രത്യേകിച്ച് ഈ മീൻ തീറ്റകൾക്കടക്കമുള്ള ഒരു വില വർധനവ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലും ഇല്ലാത്തൊരു മേഖലയാണ്. ഇതിൻ്റെ അനുബന്ധ സാധന സാമഗ്രികളുടെയും തീറ്റയ്ക്ക് തോന്നിയ പോലെ വില. ഞാൻ തുടങ്ങുന്ന കാലത്ത് എനിക്ക് 25 രൂപ 30 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന തീറ്റ ഇന്ന് 60 തൊട്ട് 110 രൂപ വരെ വിലയിലേക്ക് പോയിരിക്കുന്നത്. ഇതെങ്ങനെ വാങ്ങിക്കൊടുക്കും? 1 കിലോ മീനാവണമെന്നുണ്ടെങ്കിൽ തിലാപ്പിയ ഗിഫ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അതാണ് ശരിക്കും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ളൊരു ഇത്. 1 കിലോ തിലാപ്പിയ മത്സ്യം വളർന്ന് വലുതാകണമെങ്കിൽ 1 കിലോ 400 ഗ്രാം വ്യത്യസ്ത പ്രോട്ടീൻ അളവിലുള്ള തീറ്റ കൊടുക്കേണ്ടി വരും. അത് വരുമ്പോഴത്തേക്ക് ഏകദേശം 140 രൂപയോളം ഇപ്പോൾ വില വരുന്നുണ്ട്. അപ്പം ഒരിക്കലും കർഷകന് ഈ തീറ്റ ചെലവിനെ നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനങ്ങളൊന്നും ചെയ്യുന്നില്ല. പല പ്രാവശ്യവും നമ്മൾ മന്ത്രിയുടെ ശ്രദ്ധയിലും മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഗവൺമെൻറ് ഈ മീൻ തീറ്റയുടെ മേഖലയിലൊന്ന് ശ്രദ്ധിക്കണം, അതിൻ്റെ വില നിയന്ത്രിക്കാനുള്ള ഇത് ചെയ്യണം എന്ന് പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അതിന് അവർ പറഞ്ഞൊരു ഉപാധി 3 ഫീഡ് ഫാക്ടറികൾ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ചിലതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സ്വകാര്യ മേഖലയിലാണെങ്കിലും ഇവിടെയില്ല, കേരളത്തിന് വെളിയിൽ മാത്രമേ ഉള്ളൂ. അത് കൃത്യമായ ഗുണനിലവാരത്തിലോ കൃത്യമായൊരു സ്റ്റേബിളായിട്ടുള്ള പ്രൈസിലോ കർഷകന് കിട്ടുന്നില്ല. അതൊരു വലിയ പോരായ്മ തന്നെയാണ്. ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർ. കാരണം ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സപ്ലൈസ് മുഖാന്തരോ അല്ലെങ്കിൽ മത്സ്യഫെഡ് വഴിയോ മാർക്കറ്റ് ഫെഡ് വഴിയോ ഇത് എടുത്തിട്ട് മൊത്തത്തിലെടുത്താൽ ഭയങ്കര വിലക്കുറവ് കിട്ടും മറ്റ് സ്റ്റേറ്റിൽ നിന്ന് എടുക്കുന്നത്. അത് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടക്കുന്നില്ല. പിന്നെ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ കർഷകൻ്റെ പ്രശ്നം പറയാൻ എപ്പോഴും കർഷകർക്കേ കഴിയും. അതിന് ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു ഉപാധി, ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലൊരു പ്രൊമോട്ടറുണ്ട്, പഞ്ചായത്തിൽ മത്സ്യ ക്ലബ്ബുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം പുനരുജ്ജീവിപ്പിച്ചിട്ട് ഒരു പ്രാദേശിക തലത്തിൽ വേണ്ട, പഞ്ചായത്തിലേക്ക് വരേണ്ട മത്സ്യഭവനുകൾ കേന്ദ്രീകരിച്ച് ഒരു ഉപദേശ ബോഡി ഉണ്ടാക്കുക. ഇപ്പോൾ കൃഷിഭവനിലാണെങ്കിൽ കാർഷിക സമിതിയുണ്ട്, അതുപോലെ മത്സ്യ കർഷകരുടെ ഒരു സമിതി ഉണ്ടാക്കുക. അത് മത്സ്യഭവനുകളുടെ കീഴിലും ഡെപ്യൂട്ടി ഡയറക്ടറുടെ കീഴിൽ ജില്ലാ ആസ്ഥാനത്തിലും സ്റ്റേറ്റിലും ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ ഇത് മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും, ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയാൽ. അപ്പോൾ അതൊക്കെ നടപ്പാക്കിയാൽ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുള്ള വേദികളുണ്ടാകും, അത് ചർച്ച ചെയ്യപ്പെടും, പരിഹാരം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് കർഷകരുടെ ആവശ്യം, അതാണ്. പക്ഷേ ഇത് പറയാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അവർക്കില്ല. ഇപ്പോൾ പുതുതായിട്ട് ഇത്തരത്തിൽ ഈ ബയോഫ്ലോക്ക് പദ്ധതിയിലേക്ക് പുതുതായിട്ടുള്ള ആളുകളെ ക്ഷണിച്ചു തുടങ്ങി സർക്കാർ. ഇപ്പോൾ നിലവിലുള്ള ആളുകൾ കടക്കെണിയിലാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഈ പദ്ധതിയുടെ പുതിയ ഘട്ടത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇപ്പോൾ നമുക്ക് ഈ സജേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇന്ന് രാവിലെ വാർത്ത പുറത്തിട്ട ആളുകളെല്ലാം മോട്ടോറുകളെല്ലാം ബാങ്കുകാർ എടുത്തുകൊണ്ട് പോയി, ജപ്തി ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ നിരവധി കർഷകരുണ്ടല്ലോ, അവരെ അവർ പുനരുജ്ജീവിപ്പിക്കാനൊക്കെ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്, അല്ലെങ്കിൽ എന്താണ് കർഷകരുടെ ഭാഗത്തുനിന്നൊരു ആവശ്യം? താൽക്കാലികമായിട്ട് അവരുടെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ കർഷകർക്ക്, മത്സ്യകർഷകർ കടക്കണിയിലായിട്ടുണ്ടെങ്കിൽ മുൻ സർക്കാരുകൾ ചെയ്ത പോലെ അവരുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളാനുള്ള സംവിധാനം ഉണ്ടാക്കുക, അവരെ നിലനിർത്താനുള്ള നടപടികളുണ്ടാക്കുക. പുതിയ ആളുകളെ ക്ഷണിച്ച് കൂടുതൽ പണം മറ്റുള്ളവരിലേക്ക് പോവാതെ ഉള്ള കർഷകരെ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ ആത്മഹത്യകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മത്സ്യകർഷകൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളിലേക്ക് നമുക്ക് കടക്കാതിരിക്കാൻ കഴിയട്ടെ. അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കാൻ സർക്കാർ ഇനിയും ഈ നിസ്സംഗത സൃഷ്ടിക്കാതിരിക്കാൻ ഇനിയും ഈ നിസ്സംഗത വെടിയണം എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ ഭാഗത്ത്, ഈ രംഗത്ത് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെയാണ്. എന്തായാലും ഏത് കർഷകനായിരുന്നാലും ദുരിതത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സർക്കാർ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളൊരു കാര്യം കേരളത്തിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അത് നെൽകർഷകരുടെ കാര്യമായിരുന്നാലും മത്സ്യകർഷകരുടെ കാര്യമായിരുന്നാലും. എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഭാഗമായ ബയോഫ്ലോക്ക് പദ്ധതിയാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ അനാസ്ഥ മൂലം കേരളത്തിൽ പലയിടങ്ങളിലും തകിടം മറിഞ്ഞിരിക്കുന്നത്. വിപണിയിലെത്തിയാൽ പോലും അവർക്ക് വേണ്ടത്ര പൈസ ലഭ്യമാക്കുന്നില്ല. ഈ കർഷകർ അങ്ങനെ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു രീതി തന്നെയാണ് കൊണ്ടുപോകുന്നത്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ മിഥുൻ പറഞ്ഞതുപോലെ തന്നെയാണ് കേന്ദ്ര ഫിഷറീസ് സഹവകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞതുപോലെ പല പദ്ധതികളും കേരളത്തിൽ വരുന്നുണ്ട്. അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം, പ്രാവർത്തികമാക്കാം എന്നുള്ള കാര്യത്തിൽ അലംഭാവം തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഈ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഒപ്പം ഈ പദ്ധതികളെല്ലാം സ്വന്തം പേരിലാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ദുരിതം അനുഭവിക്കുന്നത് ഇതേപോലെയുള്ള മത്സ്യ കർഷകർ തന്നെയാണ്. എത്രയും വേഗം ഇവർക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. വിശദമായ റിപ്പോർട്ടാണ് മിഥുനയ്യപ്പൻ നൽകിക്കൊണ്ടിരുന്നത്.